അതെ, നീ എന്തിനാ മഞ്ജുവിൻ്റെ കല്യാണത്തിന് ചുരിദാറിട്ടെ? നിന്നോടൊരു 100 തവണ പറഞ്ഞല്ലേ മറ്റേ മഞ്ഞ സാരി ഉടുക്കാൻ. അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതാ. എപ്പോൾ സാരി ഉടുക്കാൻ പറഞ്ഞാലും ഓരോ എക്സ്ക്യൂസാ. എടി, നമുക്ക് നാളെ ഒരു ഔട്ടിങ്ങിന് പോയാലോ? അയ്യോ സോറി ഡാ, നാളെ പറ്റില്ല. ഡാഡിക്കൊപ്പം ഒരു ഷോപ്പിംഗ് ഉള്ളതാ. ഓ, അതൊക്കെ അങ്ങ് ഒഴിവാക്കടി. ഷോപ്പിംഗ് അതൊന്നും പറ്റില്ല. 6 മാസം കൂടുമ്പോഴാണ് ഒരു ഷോപ്പിങ്ങിന് പോണത്. ഇതിൽ വല്ലതും കിട്ടിയാ കിട്ടി. ഇടയിൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഡാഡി വാങ്ങിച്ചു തരില്ല. അടുത്ത ഞായറാഴ്ചയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് സാരി ഉടുത്ത് വരുവാ. ആ വരാലോ. എന്നാൽ നമുക്ക് മലമ്പുഴ പോയാലോ? പിന്നെ നമ്മൾ ഔട്ടിംഗ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസം ഇതുവരെ നടന്നിട്ടില്ല. എപ്പോൾ പ്ലാൻ ചെയ്താലും എന്തെങ്കിലും ഒരു ധൂമകേതു വരും. പോടി, നമ്മുടെ ഈ ഔട്ടിങ് തടയാനേ ധൂമകേതു അല്ല, നിന്റെ അച്ഛൻ ഓന്തുവാസ് വിചാരിച്ചാലും ഒന്നും നടക്കില്ല മോളെ. ഇമാതിരി വർത്താനം എന്നോട് പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോഴേക്കും ദേഷ്യമയോ? തമാശയല്ലേ മോളെ? തമാശ. നീ അല്ലേ എൻ്റെ അച്ഛൻ ഓന്തുവാസം എന്ന് പറഞ്ഞ് പേരിട്ടത്. ഇപ്പോഴും നാട്ടുകാർ അത് വിളിച്ച കളിയാക്കണേ. ഇനി എന്നെ വിളിക്കണ്ട, ഞാൻ കട്ടാക്കുക. ഒരു ഔട്ടിങ് മലമ്പുഴി. അയ്യോ, ഹലോ കട്ടി. ഹലോ കട്ടി. തമാശ പറഞ്ഞത് കുഴപ്പമായോ? ഞാൻ പോയിന്ന് വിചാരിച്ചു. ഈ ഹോട്ടൽ പണിക്കൊക്കെ ബംഗാളികൾ വെക്കുന്നത് കേട്ടിട്ടുണ്ട്. വ്യായാമം ചെയ്യാനൊക്കെ ബംഗാളികൾ വെക്കുന്ന ആദ്യമായിട്ട് കേൾക്കണം. അല്ല, ആള് തന്റെ ആരാന്ന് പറഞ്ഞു? അല്ല കേട്ടോ, ഇത് ഇവളുടെ സ്വന്തം അമ്മാവൻ. അതെനിക്ക് തോന്നി. അല്ല, തൻ്റെ മുഖത്തുള്ള ഓഞ്ഞലൊക്കെ കറക്റ്റായിട്ട് ആൾക്കും കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ആ എടാ, ആ 3 സെറ്റ് റെഡി ആയിട്ടോ. ഇപ്പം ഞാൻ ലാച്ചിട്ട് കൊടുക്കാതിരിക്കണ്ട. ഓ ശരി. ഹരിയേട്ടാ, ആ ഇന്നലെ ലീവായിരുന്നു അല്ലേ? ആ ഇന്നലെ വന്നിരുന്നില്ല, ഇന്നലെ ലീവായിരുന്നു. ഇന്നലെ ഞാൻ വന്നിരുന്നു. അല്ലെങ്കിൽ ആവശ്യത്തിന് നോക്കിയ ആളെ കാണില്ലല്ലോ. ഒന്നും പറയണ്ട, ഇന്നലെ ഒരു മരണം ഉണ്ടായി. ഇന്നലത്തെ ദിവസം മൊത്തം പോക്കാ. ഹരിയേട്ട കുടുംബോ? ആ അതെ. ആരായിട്ട് വരും? ആള് മരിച്ചില്ലേ, ഇനിയിപ്പോ പ്രേതായിട്ട് വരും. ആ ഒരു ഗോവിന്ദേട്ടനോ? ഇന്നലെ ഹോസ്പിറ്റലിൽ തിരക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാ. കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നോ? ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് എത്ര മണിക്കാണ് പോയത് ഇവിടുന്ന്? ഇന്നലെ ഇവിടുന്ന് ഒരു 6 മണിക്കല്ലേ നിങ്ങൾ പോയത്? അതെ അതെ അതെ. എപ്പോഴാണ് വന്നത്? ഞങ്ങൾ കട അടയ്ക്കുന്ന സമയത്ത് ഒരു 9 മണിക്കല്ലേ നിങ്ങൾ വന്നത്? ആ 9-6 പോയാൽ 3 മണിക്കൂറായി കാണും. ആ 3 മണിക്കൂർ. അതിനെന്താ? ആ അപ്പോൾ പാലക്കാട് പോയാൽ എത്ര സമയം എടുക്കും? പാലക്കാട്ടേക്ക് പോകാൻ ഇവിടുന്ന് അങ്ങോട്ട് 1 മണിക്കൂർ, അവിടെ നിന്ന് ഇങ്ങോട്ട് 1 മണിക്കൂർ, മൊത്തം 2 മണിക്കൂർ. 3-2 പോയാ 1. അപ്പം ഞാൻ അവിടെ എത്ര സമയം നിന്നു? ഒരു മണിക്കൂർ നിന്നു. അത് ശരി, ഇത്രയും കാര്യങ്ങൾ നിനക്കറിയാം. എന്നിട്ടാണോ എത്ര നേരം ക്യൂ നിന്നെന്ന് ചോദിക്കണത്? ചെക്കനൊരു അന്തമില്ല. ആ വന്ന കാര്യം പറയാം. ഇവിടുന്ന് കഴിഞ്ഞ ആഴ്ച ഒരു സിം എടുത്തിട്ടേ പെട്ടുപോയടാ. എന്തോ കുഴപ്പമുണ്ട്. എല്ലാ കോളും അങ്ങോട്ട് വിളിച്ചാൽ പോകും, ഇങ്ങോട്ട് ഒറ്റ കോളും വരില്ല. നിന്നെയൊക്കെ വിശ്വസിച്ച് സിം എടുത്ത് എന്ത് പണിയാടാ കാണിച്ചേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ നമ്പർ എന്ന് പറയുന്നോട്ടെ. 93 അല്ലെങ്കിൽ വേണ്ട 938 70 41885. മഞ്ഞ ഷർട്ട് ഇട്ടിരിക്കുക ആളെ പറ്റിക്കാൻ. എന്താ പറ്റിയേ? നിങ്ങൾ ഈ സിം എടുത്തതിന്റെ ആർക്കെങ്കിലും നമ്പർ കൊടുത്തായിരുന്നോ? ഏയ് എങ്ങനെ കൊടുക്കാനാ? ഈ ആഴ്ച മൊത്തം തിരക്കായിരുന്നു, നിന്ന് തിരിയാനുള്ള സമയം ഉണ്ടായിട്ടില്ല. നമ്മള് പുതിയൊരു സിം ഒക്കെ എടുത്താലേ നമ്പർ ആർക്കെങ്കിലും കൊടുക്കണം, അങ്ങനെ ആരെങ്കിലും വിളിക്കുള്ളൂ. മനസ്സിലായോ? അങ്ങനെയുണ്ടോ? പിന്നെ അങ്ങനെയുണ്ട്. പുതിയ നിയമ? ആ പുതിയ നിയമ. ഓ ഭരണം മാറിയല്ലോ, ഞാൻ അത്ര ആലോചിച്ചില്ല. എന്താ ചെയ്യാ? ആ പിന്നെ കുപ്പിവെള്ളയിലെ പാട്ടുണ്ടോ? പുതിയ ആൽബം സോങ് അല്ലേ? ആ അത് തന്നെ, അത് വേണം. ആ എൻ്റെ മൊബൈലുണ്ട്, ഞാൻ അവിടെ അയച്ചുതരാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്തോ? എടാ അനീഷ്, ഇതിൽ നിന്റെ ബ്ലൂടൂത്ത് ഓണായി കിടക്കാണല്ലോ. എൻ്റെ ബ്ലൂടൂത്ത് എൻ്റെ ഓണൊന്നുമല്ല. അപ്പോൾ ഇതിൽ ഞാൻ ഓണാക്കിയപ്പോൾ മരപ്പട്ടീൻ്റെ പേര് വന്നതോ? ശേ, അത് മരപ്പട്ടിന്നല്ല, മാത്തൂട്ടി, ആ വർക്ക്ഷോപ്പിലെ. മനസ്സിലായ? അയ്യോ, ആ പൊട്ട ഫോണൊന്ന് മാറ്റിക്കൂടെ ഹരിയേട്ടാ? വല്ല മെസ്സേജും വന്നാ അറിയോ? ഇപ്പൊ പിച്ചക്കാരുടെ കയ്യിൽ വരെ ആൻഡ്രോയിഡ് ഫോണാ. നമ്മള് പഴഞ്ചനാണേ. ഹരിയേട്ടാ, ഞാൻ എഴുതിയ കവിത വായിച്ചോ? അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അഭിപ്രായം? അഭിപ്രായം ഞാനിതിൽ വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇതിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. കുഴപ്പമൊന്നുമില്ല, ചെറിയ ചില പ്രശ്നങ്ങളുള്ളൂ.
ഇതിലേ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു എന്നൊരു കാര്യമുണ്ടല്ലോ. അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഹൃദയം കൊണ്ടൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അതെന്താ? അല്ല, നമ്മുടെ സ്നേഹം, വെറുപ്പ്, അസൂയ, ദേഷ്യം അതുപോലുള്ള എല്ലാ വികാരങ്ങളും നിയന്ത്രിക്കുന്ന ബ്രെയിനല്ലേ. ഹൃദയമൊക്കെ രക്തം പമ്പ് ചെയ്യുന്ന വെറുതെ ഒരു അവയവല്ലേ. ചില ആളുകൾ എൻ്റെ മനസ്സ് നിനക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ് നെഞ്ചിൽ കവിക്കും. പക്ഷെ തെറ്റിദ്ധാരണ അത്. ശരിക്കും നമ്മളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ. പിന്നെ മലർന്ന് പറഞ്ഞാൽ പൂവ്. ഇതിൽ പൂവിനെ ഉപമിച്ചിരിക്കുന്ന ആണിനോടാ. അതിനെന്താന്നോ? ഈ പൂവ് എന്ന് പറയുമ്പോഴേ സ്ത്രീ സങ്കല്പമല്ലേ. സംശയം ഉണ്ടെങ്കിൽ കുറുപ്പ് സാറിനോട് ചോദിച്ചോ. വെറുതെ ഏട്ടാ. അപ്പൊ ഈ വാടാ മലരെ എന്ന് പറയുന്നതോ? എടാ, വാടാ മലരെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തല്ലാണ്ടെങ്കിൽ വാടാ ഒരു കൈ നോക്കാണെന്നല്ല അർത്ഥം. വാടാത്ത മലരെ, അതാണ് കവി ഉദ്ദേശിച്ച്. മനസ്സിലായോ? കഷ്ടം. പക്ഷെ എന്തുണ്ടായിട്ട് എന്താ, അന്തല്ലെങ്കിൽ പോയില്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങാം. നാളെ മൊബൈൽ റെഡി ആക്കില്ലേ ഹരിയേട്ടാ? ഇതിവിടെ വെച്ച് ഹരിയേട്ടാ, നാളെ മൊബൈൽ ശരിയാക്കോ? മറ്റേ ടേബ് വെച്ച് ഹരിയേട്ടോ മൊബൈൽ ഒന്ന് ശരിയാക്കോ. ഹരിയേട്ടോ മൊബൈൽ നാളെ ശരിയാക്കോന്ന്. സാധനം കാണാൻ വർക്കിന്റെ ടെൻഷനാടാ. ഇത് വർക്കിന്റെ ടെൻഷൻ ഒന്നല്ല. ഇത് ഞങ്ങൾ മൊബൈൽ ഇടക്കാരൊരു സ്വഭാവമാണ്. എന്തെങ്കിലും ചോദിച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ മറുപടി പറയും. പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഇവനൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ. അല്ലടാ ഡാ അനീഷ്, ഡാ അനീഷ്, ഡാ അവൻ പഠിച്ചു. ഓക്കെ, എന്നാ മക്കൾ കേട്ടോ, സെറ്റ് ഞാൻ ശരിയാക്കി കേട്ടോ. ഓക്കെ. ശരി. ഇതിപ്പോ ഏതാ ഈ സെറ്റ്? ഇതാരുടെ ഈ സെറ്റ്? ആ എനിക്കറിയില്ലേ. ഇതാര ഈ സെറ്റിന് ഉടമസ്ഥൻ? ഇവിടെ ആരും ഇല്ലേ? ആ ഞാനാന്ന് പറഞ്ഞ പേരില്ലേ? ഞാനാ സണ്ണിക്കുട്ടി. എന്ത് പന്നിക്കുട്ടിയോ? സാർ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പുറന്ന് സാറെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു കുഴപ്പക്കാരനൊന്നുമല്ല. ഇരിക്കും സാർ. ഇതിലൊരു കവർ വേണം. അപ്പം തന്നെ സാർ, അപ്പം സാർ. ഇതിന് എത്ര രൂപ? 100 രൂപ ഉള്ളു സാർ. ശരി സാർ. ഡാ ഒന്ന് പറയണ്ട കോപ്പേ. ഹലോ, എന്നെ വിളിക്കണ്ടെന്ന് എത്ര ആവശ്യം നിന്നോട് പറയണം? കട്ട് ചെയ്യല്ലേ? കട്ട് ചെയ്തു. ഇതാരും രവിയേട്ടനോ? എന്തൊക്കെ രവിയേട്ടാ? ഈ ബൈക്കൊന്നും ഇടയ്ക്ക് കഴുകിക്കൂടറോ? എന്ത് ചളിയതിൽ. കുളി എങ്ങനെ ഒഴിവാക്കാന്ന് ശാസ്ത്രീയമായിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാ ഞാൻ. എന്നോടാ വണ്ടി എഴുതാൻ പറഞ്ഞത്. ആ സമയം ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാ. അല്ല, നിങ്ങൾ ഇന്നലെ തൃശ്ശൂർ സ്റ്റാൻഡിൽ തൂങ്ങിത്തിരുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഒരു ടയർ മേടിക്കാൻ പോയതാ. എന്താണെന്നറിയില്ല, തൃശ്ശൂർ ബസ് ഇറങ്ങിയപ്പോൾ ആകെ ഒരു തലകറക്കം. എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്യാനാ, തല കറങ്ങുകയല്ലേ. തൃശ്ശൂർ റൗണ്ട് മൊത്തം ഒന്ന് കറങ്ങി വന്നു. സാന്ദ്ര ചേച്ചി നിങ്ങളൊക്കെ അങ്ങനെ സഹിക്കണാവോ? ശരിടാ, ഷോപ്പിൽ ആളില്ല, പോട്ടെ. ഞായറാഴ്ച ഒഴിവാണെങ്കിൽ വീട്ടിലേക്കൊന്ന് ഇറങ്ങ്. എന്തെങ്കിലുമൊക്കെ അപ്പൊ ശരി. ആ പിന്നെടാ പോലെ വണ്ടി എടുക്ക്. വണ്ടിയൊക്കെ എടുക്കാം. പക്ഷെ ബോസ്, എനിക്ക് അന്നൊരു കാര്യം പറഞ്ഞു തരാ പറഞ്ഞിരുന്നില്ലേ? എന്തേടാ? മൊബൈലിന്റെ കാര്യല്ലേ? വീട്ടിൽ നാളെ ഗൾഫിൽ നിന്ന് വരും. നാളെ തരാടാ. ഒരു ദിവസം കൂടി ക്ഷമിക്കേ. നീ എത്രയും ക്ഷമിച്ചില്ലേ? ഷേ, അതല്ല ബോസ്. എങ്ങനെയാണ് ഈ ആൾക്കാരെ തമാശ പറഞ്ഞ് കയ്യിലെടുക്കുന്നത്? തമാശ പറയാനുള്ള ആ 6 നിയമങ്ങളില്ലേ അന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞത്? പക്ഷെ എനിക്ക് പറഞ്ഞു തന്നില്ല കേട്ടോ. അല്ല, നീ കുറേയല്ലോ ഇതെന്നെ ചോദിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ടത്. എന്താ ശരിക്കും നിന്റെ ഉദ്ദേശം? അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഒന്ന് അറിഞ്ഞിരിക്കാലോ. മനസ്സിലായി. എന്റെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. ശേ, വെറുതെ. അപ്പൊ നിനക്ക് തമാശ പറയാനുള്ള 6 നിയമങ്ങൾ അറിയണം അല്ലേ? ശരി, പറഞ്ഞുതരാം. മനസ്സിന്റെ ഫ്രണ്ട് ഓഫീസാണ് മുഖം. അതുകൊണ്ട് തന്നെ മുഖത്ത് എപ്പോഴും നമ്മൾ ചിരി നിലനിർത്തണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഭൂമിയിൽ ഇത്രയേറെ ജീവജാലങ്ങളുണ്ടായിട്ടും ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് പ്രകൃതി തന്നിരിക്കുന്നത്. തമാശ പറയുന്നവർക്ക് ടെൻഷൻ കുറവായിരിക്കും. സംസാരത്തിൽ മറ്റൊരാളെ ആകർഷിക്കാനും ജീവിത വിജയം ഉണ്ടാക്കാനും ഈ കഴിവ് വളരെ പ്രധാനം.
നമ്മുടെ കൂട്ടുകാരിൽ നിന്നും അതുപോലെ വീട്ടിൽ നിന്നും അതുപോലെ സിനിമയിൽ നിന്നും പലതരം തമാശകൾ കേൾക്കുമ്പോൾ തമാശയുടെ പലതരം ഡാറ്റകൾ അഥവാ ഫ്രെയിമുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്നു. ഈ ഫ്രെയിമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നത്. കൂടുതൽ തമാശകൾ പറയുകയും ആസ്വദിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഫ്രെയിമുകളുടെ എണ്ണം കൂടുകയും കൂടുതൽ തമാശകൾ പറയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ നിയമം. ശരിയാ. അപ്പോൾ രണ്ടാമത്തെ നിയമം, സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മുമ്പിൽ ഒരിക്കലും നമ്മൾ തമാശ പറയാൻ പാടില്ല. ഓ, ഒരു സീരിയസ് ആയിട്ടുള്ള വ്യക്തിക്ക് മുമ്പിൽ തമാശ പറഞ്ഞുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. അതായത് നമ്മൾ നല്ല അടിപൊളി അന്തം വിട്ട തമാശയായിരിക്കും അവരോട് പറയാം. അപ്പോൾ അവരിങ്ങനെ നിൽക്കും, എന്നിട്ട് അവരുടെ ഒരു നോട്ടമുണ്ട്. എന്നിട്ട് ഇതിലെവിടെ തമാശ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് അതുപോലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കിയേ പറ്റൂ. അതെല്ലേ. അപ്പോൾ നിനക്കിപ്പോൾ കാര്യം പിടികിട്ടിയോ? വേണമെങ്കിൽ മാറിത്തരാ, ഇരുന്നോളൂ. ചേട്ടാ വേണ്ട ചേട്ടാ, ഓ, ഇയാളിപ്പോൾ 4ാമത്തെ പ്രാവശ്യം അത് ചോദിക്കണം. ഇയാൾക്ക് എന്താ വേറെ പണിയില്ല? അല്ല, അപ്പം നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് മൂന്നാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ തമാശക്കാരനാണെങ്കിൽ നമ്മളോട് പലരും നിലവാരമില്ലാത്ത തമാശകളൊക്കെ പറയും. ചില തമാശകളൊക്കെ കേട്ടാ പെറ്റ തള്ള പോലും സഹിക്കില്ല. എന്നാലും അവരോട് ചിരിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതെന്തിനാ? എടാ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ദേഷ്യാവില്ലേ? പണ്ടൊക്കെ രാജസദസ്സുകളിൽ രാജാക്കന്മാർ പറയുന്ന തമാശ കേട്ട് ചിരിക്കാത്തവർക്ക് ശിക്ഷ വരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം വളരെ പ്രധാനമാണ്. അതൊക്കെ പോട്ടെ, നിനക്ക് ഒന്ന് അതെ ഇരിക്കണോ? എൻ്റെ പൊന്ന് ചേട്ടൻ വേണ്ട, ചേട്ടൻ പെട്ടെന്ന് ചെയ്യേ. ഓ, അതുകൊണ്ട് ഈ കാര്യം വളരെ പ്രധാനമാണ്. പിന്നെ ഒന്നാമത്തെ നിയമത്തിൽ കുറച്ച് ഫ്രെയിമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. ഇപ്പം നിനക്ക് മൊത്തം എത്ര ഫ്രെയിമായി ഉണ്ടാവും? അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു 2 ഫ്രെയിമും, പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു 3 പിന്നെ അവിടെ ഒരു ഗോവിന്ദേട്ടൻ ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര കോമഡിയാ. പിന്നെ നാളെ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. ഇത്ര പെട്ടെന്ന് ഇത്രയൊക്കെ ഫ്രെയിമുകളോ? നീയാൾ കൊള്ളാമല്ലോടാ. എൻ്റെ പൊന്നെ അരിയേട്ടാ, ഇത് എണ്ണി നോക്കാൻ ഉണ്ടം പോരിയ പരിപ്പ് വടയൊന്നും അല്ലല്ലോ. ഇപ്പോൾ നീ പറഞ്ഞ തമാശയാണ്, കൊള്ളാം. ഫ്രെയിം എണ്ണി നോക്കാൻ പറ്റില്ലോ എന്ന് നിനക്ക് സിമ്പിളായിട്ട് ചോദിക്കായിരുന്നു. അതിന് പകരം നീ ഫ്രെയിമിനെ പരിപ്പ് വടയോടും ഉണ്ടംപൊരിയോടും ഉപമിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് തമാശ. നിനക്ക് പുരോഗമനമുണ്ട്. എനിക്ക് തിരക്കില്ല കേട്ടോ, വേണമെങ്കിൽ ചെയ്തോളൂ. ഇയാളത് ചേട്ടാ വേണ്ടാന്ന് പറഞ്ഞില്ലേ ചേട്ടാ. അപ്പോൾ 4ാമത്തെ നിയമം പിടിച്ചോ. പറ. ഒരു യാത്ര അവസാനിക്കാറാകുമ്പോൾ ഒരിക്കലും ഒരു തമാശ പറയാൻ പാടില്ല. അതെ, വേണമെങ്കിൽ ഇരുന്നോളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ ആണെന്ന് വിചാരിച്ചോ? വിചാരിച്ചു. ആ യാത്ര അവസാനിക്കാറാകുമ്പോൾ ഒരിക്കലും ഒരു തമാശ പറഞ്ഞു തുടങ്ങാൻ പാടില്ല. അതെന്താ? എടാ, നമുക്ക് ആ തമാശ മുഴുമിപ്പിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മൾ ബസ് ഇറങ്ങാറാവില്ലേ? അപ്പോൾ ഈ തമാശ അയാളോട് തന്നെ വീണ്ടും പറയാന്ന് വെച്ചാലോ? അയാൾ പറയും, എടാ ഇതൊക്കെ നീ അന്ന് പറഞ്ഞല്ലോ, നിനക്കന്ന് തന്നെ പണി, വേറൊരു പണിയില്ലേന്ന് ചോദിക്കും. അതുകൊണ്ട് ആ സിറ്റുവേഷൻസ് ഒഴിവാക്കിയേ പറ്റും. ഓക്കെ. അപ്പോൾ 5ാമത്തെ നിയമം, പൈസ ഇല്ലാത്തവരെയും ബുദ്ധിമാന്ദ്യമുള്ളവരെയും പരിഹസിച്ച് ഒരിക്കലും തമാശ ഉണ്ടാക്കരുത്. അത് ക്രൂരതയാണ്. നമ്മുടെ തമാശ ഒരാളെ സന്തോഷിപ്പിക്കാനാണോ, അല്ലാതെ വേദനിപ്പിക്കാനാവരുത്. മനസ്സിലായല്ലേ? അതാണ് 5ാമത്തെ നിയമം. പിന്നെ അംഗവൈകല്യമുള്ളവരെയും കളിയാക്കാൻ പാടില്ല. ശരിയാ, അന്ന് എനിക്ക് കിട്ടിയതാ. ബോസ്, ആ കയ്യൊന്നും ഇങ്ങ് തന്നേ. എന്തേ തന്നേ? എന്തേ? നിങ്ങൾ ബോസല്ല, മരണം മാസാണ്. ഹോ, സമ്മതിക്കണം മനുഷ്യ. ചെയ്യണ ഇയാൾ കുറേ നേരം ഇത് വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് വന്നപ്പോൾ മൂലം സഹിക്കും. മനുഷ്യനെ വെറുപ്പിക്കണേനെ ഒരു പരിധിയുണ്ട്. വന്നപ്പോൾ മൂലം സഹിക്കുക, അതല്ല പിന്നെ. $7,000 ഓർഡർ ചെയ്യാം. മറ്റേ ശശിയേട്ടൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ JS ഇല്ലേ, അതൊരു 3 പീസ് കൊണ്ടുവരും. അത് നല്ല മൂവ്മെൻറ്റുള്ള സാധനമാണ്. അത് റെഡിയാക്കാം. പിന്നെ നീ പെട്ടെന്ന് കടയിൽ നിന്ന് ബാക്കിലൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കുക. ജോമൻ ഉച്ചയ്ക്ക് വരും. ശരി. 2 പേരും കൂടി എങ്ങോട്ടാണാവോ? നടക്കട്ടെ. ഇതെന്ത് ചോദ്യ ഹരിയേട്ടാ, കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, നിങ്ങൾ ഈ ക്ലാസ്സിലേക്കൊന്നും പറഞ്ഞു പോയിട്ട് സിനിമയൊക്കെ കണ്ടു വരാനുള്ള ടീമല്ല, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ ഇനിയിപ്പോൾ അതും കൂടി വേണ്ടുള്ളൂ. ജോർജ് സാർ ഒന്നാമതേ ചൂടനാ.
അല്ല നിങ്ങളുടെ ക്ലാസ്സൊക്കെ എങ്ങനെ പോണു? ലാംഗ്വേജ് തുടങ്ങിയിട്ടില്ല, ബാക്കി വിഷയങ്ങളൊക്കെ തുടങ്ങി. അത് ശരി. അപ്പോൾ ക്ലാസ്സിൽ ഏത് ഭാഷയിലാണ് സംസാരിക്കണത്? മലയാളത്തില്. അപ്പോൾ അത് ലാംഗ്വേജ് അല്ലേ, പിന്നെന്താ ലാംഗ്വേജ് തുടങ്ങിയിട്ടില്ല പറഞ്ഞു? ഈ വർഷത്തെ ബെസ്റ്റ് തമാശ. ആണാ? അത് ശരി. ഇന്നലെ നിങ്ങൾ എവിടെ ആയിരുന്നു? കണ്ടില്ലല്ലോ. ഞാൻ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ചേച്ചിയൊക്കെ സുഖമായിരിക്കണോ? എൻ്റെ ഒപ്പം പഠിച്ചതാവള്. സുഖായിരിക്കണം. അവിടെ ചേച്ചിയുടെ മോനുണ്ട്. എന്ത് രസം അറിയോ, സമയം പോണതേ അറിയില്ല. കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കത എന്ത് രസാ. പറഞ്ഞു കേട്ടതൊന്നും പറഞ്ഞ ആൾ വലിയ ആളാണ്. അല്ല നീയൊക്കെ എന്നാ വലുതായത്? അല്ല ഒരു 2-3 വർഷം മുമ്പേ അച്ഛൻ്റെ കൈയും പിടിച്ചിട്ടേ ഈ ടൗണിൽ കൂടെ അച്ഛ എനിക്ക് ഒരു ബലൂൺ വാങ്ങിച്ചിരാന്ന് ചോദിച്ച് കരഞ്ഞു കിടന്ന ആളെ പോയില്ലേ വർത്താനം പറഞ്ഞത്. എന്താടി തിരക്കിണിക്കാൻ? ഹരിയേട്ടാ നാറ്റിക്കരുത്. ഇന്ന് രാവിലെ കടയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. മെസ്സേജോ? ഞാനൊന്നും അയച്ചിട്ടില്ല. അല്ല അത് ഞാൻ അയച്ചതാണ്. ഈ ടോക്ക് ടൈമിൽ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്, അത് അറിയിക്കാൻ വേണ്ടി അയച്ചതാണ്. ഈ മെസ്സേജിൽ സ്പെല്ലിംഗ് തെറ്റാണല്ലോ. സ്പെഷ്യൽ ഓഫർ ഓഫ് യു എന്നാണല്ലോ എഴുതിയിരിക്കണം. സ്പെഷ്യൽ ഓഫർ ഫോർ യു എന്നല്ലേ വേണ്ടത്? അവന്റെ ഗ്രാമർ നോക്കണ്ട, ഒക്കെ കണക്കാ. വിദ്യാഭ്യാസം ഇല്ലാത്തവനാ. പിന്നെ അവന് കുറെ ഭാഷകൾ അറിയാം. അങ്ങനെ ഒരു മെച്ചുണ്ട്, അതിൽ അവന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആണോ? ഏതൊക്കെ അറിയാം? ഏതൊക്കെ ഭാഷ അറിയാന്നോ? മലയാളം, കണക്ക്, ഹിസ്റ്ററി, ഹിന്ദി, ബയോളജി, കെമിസ്ട്രി, ജോഗ്രഫി, ഫിസിക്സ്, എക്കണോമിക്സ്. എന്റെ പഠിപ്പിനെ കുറിച്ച് കുറ്റം പറയുന്നു വേണ്ട. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്ക് ഡോക്ടർ ആവാൻ ഒരു അവസരം കിട്ടിയിട്ടേ പുല്ലുപോലെ വലിച്ചെറിഞ്ഞു വന്നവനാ ഞാൻ, അറിയാവോ? അതിന് നീ MBBS എടുത്തിട്ടില്ലല്ലോ. ഇല്ല, എടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ അവസരം എനിക്ക് വന്നിട്ട് ഞാൻ തട്ടിക്കളഞ്ഞത്. എന്തേ? ഞങ്ങൾ പോവാം. എന്നാ ശരി, പോട്ടെ. ബസ് ഓക്കെ ഗേൾസ്, ഓക്കെ ശരി. ബൈ. നീ ആള് കൊള്ളാമല്ലോടാ. അവര് ചിരിച്ചല്ലോ. അപ്പൊ എന്റെ ക്ലാസ് കൊണ്ട് ഗുണം ഉണ്ടാവണ്ടല്ലേ? പിന്നില്ലാതെ. പിന്നെ ബോസ്, തമാശ പറയാനുള്ള 6ാമത്തെ നിയമമില്ലേ, അതൊന്നു പറഞ്ഞു തരൂ. അതൊക്കെ പിന്നെ പറയാം, നീ ഇപ്പൊ പോ. എന്റെ പൊന്നു ബോസ്, ഇപ്പൊ തന്നെ പറ, എനിക്ക് ക്ഷമയില്ലാനിട്ടാ. നിന്റെ ക്ഷമയില്ലായ്മയുടെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ ലൈനൊക്കെ എവിടം വരെ ആടാ? വല്ല പുരോഗമനം ഉണ്ടോ? ഓ എന്ത് പുരോഗമനം, 2 ആഴ്ചയായി വിളിച്ചിട്ട്. ലൈന? എന്ത് ലൈന്? ലൈനൊന്നുമില്ല. നിങ്ങൾ മറ്റേ നിയമം ഒന്ന് പറ, എനിക്ക് പെട്ടെന്നൊന്ന് പോണം, കടവുറക്കണ്ടേ? എടാ ഇനിയുള്ളത് അവസാനത്തെ നിയമം, അതങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അത് പഠിക്കാനുള്ള യോഗ്യത നിനക്കായിട്ടില്ല. ഇത് ഒരുമാതിരി കോപ്പിലെ പരിപാടിയായി പോയിട്ടാ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടെ ഒന്ന് പറഞ്ഞൂടെ? ഇത് അമേരിക്കയിൽ ബോംബിടുന്ന ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത്. അതാണെങ്കിൽ പിന്നെയും പറഞ്ഞുതരാണ്. ഇത് അതിനേക്കാളും വലിയ വിഷമമുള്ള സാധനം. ഓ 6ാമത്തെ നിയമം ഒരു 5 മാസമെങ്കിലും കഴിയാതെ പറഞ്ഞു തരുന്ന പ്രശ്നമില്ല. പ്രശ്നമില്ലല്ലോ, എന്നാ പിന്നെ പറഞ്ഞു തന്നൂടെ? ഓടാ, ഞാനോട് വരാം, നീയോട് പോയിക്കോ കേട്ടോ. ആ ജയ, സുഖല്ലടാ? സുഖടാ. അത് കേട്ടാ മതിടാ. ഇവനൊന്നും ചത്തില്ലേ? പച്ചക്കറിയിൽ ഇങ്ങനെയൊക്കെ വിഷം അടിച്ചിട്ടോ. ചേട്ടാ, അമ്പതിന്റെ വോഡോഫോണിന്റെ കാർഡ് ഉണ്ടോ? ഇല്ല, ഐഡിയ ഇല്ല. അതിനെനിക്ക് വോഡോഫോണിന്റെ കാർഡ് വേണ്ടേട്ടാ. വോഡോഫോൺ അല്ല, വോഡോഫോൺ ഉണ്ടോന്ന് ഐഡിയ ഇല്ലെന്ന് പറഞ്ഞു. ഞാനൊന്നും ലീവായിരുന്നേ. എടാ വോഡോഫോണിന്റെ കാർഡ് ഉണ്ടോ? അതല്ലേ അവിടെ ഇരിക്കണത്. അതെ. എത്ര വേണ്ട? 50. ശരി ശരി. ഓട്ടയൊക്കെ ഉണ്ടല്ലോ. അയ്യോ എന്ത് തേങ്ങണത്ര ചിരിക്കാൻ? ചിരിക്കാതെ കാര്യം പറയണം. ആ ജംഗിൾ ബുക്കിലെ കോമഡി സീൻ ആലോചിച്ച് ചിരിച്ചതാ. ആ മൗഗ്ലിയെ പോലെ ഒരു ചെക്കനുണ്ടെങ്കിൽ എങ്ങനെ ചിരിക്കാതിരിക്കും? പിന്നല്ലാതെ. ജംഗിൾ ബുക്കോ? എടാ ആ സിനിമ നിങ്ങൾ 2 ആഴ്ച മുമ്പ് കണ്ടതല്ലേ? അതെ, അതിന്റെ കോമഡി ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇംഗ്ലീഷല്ലേ? എന്നിട്ട് അതിനെന്താ കാര്യം? അന്നല്ലെങ്കിൽ പോയില്ലേ? ഇതൊന്ന് ചാർജ് കുത്തിയറാ. കുത്തിയുടെ അതെന്താ വേണ്ട കുത്താ? കോഹ്ലി അടിച്ച് തകർക്കണ്ടല്ലോ. എടാ ജയറാമേ, ഈ ആഴ്ച ഒരു ഊട്ടിക്കൊരു ടൂറുണ്ട്. നിന്റെ ഇന്നോവന്ന് വേണം കേട്ടോ. നാളെ വണ്ടി സർവീസിന് കയറ്റാടാ. അടുത്ത ആഴ്ച പോരെ? എടാ ജയറാമൻ്റെ വണ്ടി ഇവിടെ അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ കേട്ടോ.
ഓ അത് ശരി. അല്ലടാ അപ്പം നമുക്ക് അടുത്ത ആഴ്ച തന്നെ പോയി. ഇത് നല്ല ഫോമിലാണല്ലോ. എന്നാൽ ശരി വെച്ചോ. എങ്ങോട്ടെങ്കിലും ഒന്ന് ടൂർ പോകുന്ന വെച്ചാൽ അവൻ്റെ ഒടുക്കത്തെ ഒരു സർവീസ്. അല്ല നീ ഇന്നലെ എന്താ അവിടെ മനുശ്ശേരി കിടന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, എന്തു പറ്റി? ഭാര്യ വീട് വരെ ഒന്ന് പോയതാ. അല്ലടാ അതിന് അവളുടെ ഇവിടെ ഒറ്റപ്പാലത്തല്ലേ? ഒറ്റപ്പാലത്ത് തന്നെ. അവിടെ വെച്ച് വണ്ടി തിരിക്കാൻ സ്ഥലം വേണ്ടേ? മുടിഞ്ഞ ട്രാഫിക് ബ്ലോക്ക് അല്ലേ? ഒറ്റപ്പാലത്ത് നിന്ന് കാർ തിരിക്കാൻ വേണ്ടിയിട്ട് നീ 3 കിലോമീറ്റർ വണ്ടി ഓടിച്ച് മനുശ്ശേരിക്ക് പോയോ? പുതിയ വണ്ടിയല്ലേ, ഈ പണ്ടാരം ഒന്ന് കയ്യിൽ ഒതുങ്ങണ്ടേ? അപ്പൊ നിങ്ങൾ എറണാകുളം പോയാലേ വണ്ടി തിരിക്കാൻ വേണ്ടി തിരുവനന്തപുരം വരെ പോവോ? ഇതൊന്നും നോക്കടാ, ബാറ്ററി ചാർജ് തീരെ നിൽക്കില്ല. പുതിയ ഫോണാ. അത് ശരി. അല്ല നീ എന്താ ഈ സമയത്ത് ഇവിടെ? എന്തേ? അല്ല ഇപ്പം നിങ്ങൾക്ക് ഓഫീസ് ടൈം അല്ലേ? ഞാൻ അവിടുന്ന് പോന്നു. അവന്മാരുടെ പെരുമാറ്റം ശരിയല്ലെന്നേ. ഒരു റെസ്റ്റും ഇല്ല. 24 മണിക്കൂറും പണി എന്നെ പണി. ഹോ, മനുഷ്യന്റെ നടു ഓടിക്കും. വേറെ ഏതെങ്കിലും ജോലി നോക്കണം, ജീവിക്കണ്ടേ. വെറുതെ ഇടാ പുല്ല നിന്റെ ജോലി പോയത്. എന്താടാ ഇതാ ജോലി സമയത്തേ കണ്ട അലവലാതി പെണ്ണുങ്ങളുടെയൊക്കെ ഫോട്ടോ നോക്കി വളർക്കലല്ലോ നിന്റെ പണി. അതല്ലേ നിന്റെ ജോലി പോയത്. എന്നിട്ട് കുറ്റം കമ്പനിക്കുള്ളേ. അല്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് നീ ഒരു കോഴിയാണല്ലോ. അയ്യോ എന്തേ? അയ്യോ, അതൊക്കെ എന്റെ അനിയത്തിമാരാണ് ചേച്ചേ. അമ്പയും തിരിച്ചറിയാത്ത പന്നി. വൈകിട്ട് നീ ടൗണിലേക്ക് ഇറങ്ങ്, ബാക്കി ഞാൻ അവിടെ വെച്ച് തരാം. ബോസ്, ആറാമത്തെ നിയമം പിടികിട്ടി. ആളും തരവും നോക്കാതെ കോമഡി പറയരുത്, അതല്ലേ? അത്ര മാത്രമേ ഉള്ളൂ. കടച്ചില്ല മൊത്തോ മതി. ഓക്കെടാ. മഴ വരുന്നുണ്ട് വേഗം. ചിരിപ്പിക്കല്ലേ? അതൊരു അഹങ്കാരായി. അല്ല അപ്പൊ നിങ്ങൾ തിരുവനന്തപുരം അയ്യോ അങ്ങോട്ട് നോക്കിയേ, ഒന്നുകൂടി ഇങ്ങനെ നോക്കിയേ. എനിക്കൊന്നും പറയാൻ കിട്ടില്ല.